തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സഹായം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു സഹായം നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുതെ അല്ല തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടും. നമ്മളൊക്കെ വല്ലാത്ത പേടിയില്ല, നമുക്കിന്നില്ലാതെ പോയത്. നമ്മളൊക്കെ ഈ കൊറോണയെ പേടിച്ചതുപോലെ അള്ളാഹിനെ പേടിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണയെ പേടിയില്ലായിരുന്നു നമുക്കൊക്കെ. മാസ്ക് സുബ്ഹാനല്ലാഹ് എന്തൊക്കെയില്ലേ. എന്നിട്ടോ എന്തൊക്കെയായിരുന്നു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 തരംഗം കണ്ട വന്നില്ലേ. ഇപ്പൊ കൊറോണയുടെ 3 തരംഗം ഇപ്പൊ അടുത്ത വന്നിരിക്കണം. ഞങ്ങളുടെ നാട്ടിലത് കൊല്ലം ജില്ലയിലാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തോ കുരങ്ങുമനി സുബ്ഹാനല്ലാഹ്. നമുക്ക് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. നമുക്ക് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. വെള്ളപ്പൊക്കം വന്നു, ഉരുൾപൊട്ട് വന്നു, എന്താ നിപാക്ക വന്നത് ഈ ഭാഗത്ത് ഇവിടെ ഇല്ലേപ്പാ. ഇതല്ലേ എന്തെല്ലാം അസുഖങ്ങൾ വന്നു, നമുക്കൊരു മാറ്റവും ഇല്ലടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുക. എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദേ കേന്ദ്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എല്ലാ സ്ഥലത്തും അവരിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അവിടെ കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു. അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? ഇല്ലേ അള്ളാഹുവേ, അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഭരണങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവരിങ്ങനെ വല്ലാതെ വരെ. നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? നമ്മളൊക്കെ എന്താ ചെയ്യുക? നമ്മളൊക്കെ എങ്ങോട്ട് പോകും ഉസ്താദേ? വല്ലാത്ത പേടി. NRC വന്നു, തലാഖ് വന്നു, ഹലാല് വന്നു, എന്തെല്ലാം വന്നു, പൗരത്വ ബില്ല് വരുന്നു. ഇനിയിപ്പോ അടുത്തെന്താ? ഏക സിവിൽ കോഡ് വരുന്നു. എന്താ ചെയ്യുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചെയ്യുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറയട, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അള്ളാഹ് ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് ഓസിന് പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? ഇതിനുള്ള മറുപടിയാ അള്ളാഹു ചോദിക്കുകയാ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക. അല്ലാഹു ചോദിക്കുക, നീ വിചാരിച്ചോ വയനാട് ചുരം കയറുന്ന പോലെ സ്വർഗ്ഗമെന്ന്? അള്ളാഹു ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചങ്ങാതി. അള്ളാഹ് പറയില്ല. നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ ഈ ബിലാല് തങ്ങള് പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലും മലർത്തിക്കിടത്തിയിട്ട് തന്റെ നെഞ്ചത്തേക്ക് കരിമ്പാറയെടുത്ത് വെച്ച് ചാട്ടവാറ് കൊണ്ട് തല്ലുമ്പോഴും അല്ലാഹു അഹദെന്ന് വിളിച്ച ബിലാല് തങ്ങളുടെ ചരിത്രം പറഞ്ഞത് പിരിക്കാനാണെന്നാ നീ വിചാരിച്ചല്ലേ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചു പറിച്ച കഥ പറഞ്ഞത് ചെവി കിടക്കണ കമ്മൽ ഊരാനാന്ന് ആമിനാത്ത വിചാരിച്ച അല്ല. ഈ വിചാരിച്ചതൊക്കെ വെറുതെയാണെന്ന് അല്ല. അള്ളാഹു നിനക്ക് ധൈര്യം തരികയാ. പഠിച്ചോ. നിനക്കല്ല ഒരു ഇതൊക്കെ പഠിപ്പിച്ചു തരാ, ഒരു ധൈര്യം. ഇതുപോലെ നിനക്കും വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ ഓസിനൊന്നുമല്ലടോ. പൗരത്വ ബില്ലും NRC ഒക്കെ വരുമ്പോ ഭയക്കുന്ന എന്തിനാ? പോകാൻ പറഞ്ഞാ പോണം. അള്ളാഹു ഈമാൻ തരുമാറാ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. നീ എന്ത് വിചാരിച്ച് നീ ഇങ്ങനെ പറയും അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ? നാവ് കൊണ്ട് പറഞ്ഞാ പോരടോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിമീങ്ങളായ സഹാബത്ത് ഹിജ്റയ്ക്കൊരുങ്ങുമ്പോ മക്കക്കാര് പറഞ്ഞു, എടാ നീയൊക്കെ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം. വീടും സ്വത്തും പണവും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹി മുഹമ്മദും പൊക്കോളാൻ പറഞ്ഞ് മുസ്ലിമീങ്ങളായ സഹാബത്തിനോട് പറഞ്ഞു, മുഹാജിറിനോട് പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്. നിന്റെ ഒന്നും നാടല്ല, ഇടവിടെ. നിന്റെ വീടും നിന്റെ സ്ഥലവും നിന്റെ സമ്പാദ്യം ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ പോടാ അല്ലാഹയെ കൊണ്ട്. അവരതിന് തയ്യാറായി. അവരെന്ത് പറഞ്ഞു? അല്ലാഹുവാണ് വലിയവൻ, നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട. അല്ലാഹുവാണ് വലുത് എന്ന് പറഞ്ഞ് സർവ്വത് വിട്ടിട്ട് മദീനത്ത് പോയി. അല്ലാഹ് അവരെ സഹായിച്ചത് എങ്ങനെന്നറിയുവോ? 2 വീടുള്ളവർ 1 വീട് കൊടുത്തു. തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു. എന്തിനെന്നറിയുവോ? 1 കൂടുതൽ ഭാര്യമാരുള്ളവർ 1 ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതാ സഹായം. അതാണ് അൻസാരിങ്ങളുടെ സഹായം. നിന്നോട് ഓടാൻ പറഞ്ഞപ്പോഴേ നീ വിറയ്ക്കാൻ തുടങ്ങി. 2-3 ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നമ്മളിപ്പോ പേടിച്ചു തുടങ്ങി. ഇനി ബാക്കിയൊക്കെ അമിട്ടൊക്കെ വരാനേ ഇരിക്കുന്നുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, നീ എന്താടാ? എടാ നീ ആരെന്നറിയോ? ജനിക്കുന്നതിന് മുമ്പേ മരണം നിശ്ചയിച്ചവനല്ലേ നീ? മുസ്ലിം അല്ലേ? പൊട്ടനാ.
എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളായപ്പോ എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ കിടന്നെങ്ങനെ മരിക്കുമെന്ന്. തട്ടിമാറ്റാൻ മോഡി അണ്ണനെ കൊണ്ട് പറ്റുമോ? പറ്റൂല. അമേരിക്കയുടെ പ്രസിഡന്റിനെ കൊണ്ട് പറ്റുമോ? പറ്റൂലടോ. ലോകത്ത് ഒരുത്തനെ കൊണ്ടും എന്റെ മരണസമയം മാറ്റാൻ പറ്റൂല. അത് അല്ലാഹ് തീരുമാനിച്ചതാ, അത് റബ്ബ് തീരുമാനിച്ചതാ. ഞാൻ ഇന്ന് വയലിന് വന്നതല്ല. എന്റെ റിസ്ക് ഇവിടെ ജബ്ബാർ, എന്റെ പേരെന്താ? ജാബിറിന്റെ വീട്ടിൽ എനിക്ക് അല്ലാഹു ചപ്പാത്തി എഴുതിയിട്ടുണ്ടായിരുന്നു, ദോശ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തിന്നാണ് ഞാൻ വന്നേ. ഗൾഫിൽ കിടന്ന ജാബിറിനെ ഇവിടെ വരുത്തിച്ചില്ലേ അല്ലാഹ്? എന്റെ അവർ വീട്ടിൽ എന്നെ കൊണ്ടുവന്ന് ഭക്ഷണം തിന്നിച്ചില്ലേ? എന്റെ തിന്നേണ്ട ഭക്ഷണം അല്ലാഹ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പോയി കഴിക്കുക തന്നെ ചെയ്യും. തട്ടാൻ ആരെ കൊണ്ടും പറ്റൂല. നമ്മളൊക്കെ ജനിയുടെ ബാങ്ക് ഇക്കാമത്തും കൊടുത്ത മഹാനല്ലേ നീ? ഒരു ചെവിയിൽ ബാങ്ക്, ഒരു ചെവിയിൽ ഇക്കാമത്ത്. എന്തിന്? മരിച്ചാ കൊണ്ടുപോയി കുളിപ്പിച്ച് കബറടക്കണം. സമയമില്ല. നമ്മളാ പേടിച്ച് കിടക്കണത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് അല്ലാഹ് ആരാണെന്നൊന്ന് ഓർത്തു നോക്കണം കേട്ടോ.